നവരാത്രി എന്ന മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് നവരാത്രിയുടെ 2ാം ദിവസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവരാത്രി ആരംഭിച്ചത് ഇന്നലെയാണ് എങ്കിലും നമ്മളുടെ ഈ സത്സംഗം അതിന് മുന്നത്തെ ദിവസം മുതൽ, അതായത് ഒരു ദിവസം മുന്നേ എന്താണ് ഓരോ ദിവസങ്ങളിലും നമ്മൾ അറിയേണ്ടത്, മൂർത്തികൾ എന്താണ്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം എന്താണെന്ന് ഒരു ദിവസം മുന്നേ നമ്മൾ അറിയാണ്. അപ്പോൾ നാളത്തെ ചൈതന്യത്തെ നമ്മൾ ഇന്ന് പറയുന്നു, ഇന്ന് നമ്മൾ ആ ചൈതന്യത്തിൻ്റെ ഉണർവിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് ഈ ഒരു ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നവരാത്രി പൂജയുടെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നവദുർഗകളെ അറിഞ്ഞുകൊണ്ട് 9 രാത്രികൾ നവദുർഗകൾ, ഇത്തവണ 9 രാത്രികളല്ല, കൂടുതൽ രാത്രികൾ നമുക്ക് അനുഗ്രഹമായിട്ട് ലഭിക്കുകയാണ് ഭഗവതിയുടെ അനുഗ്രഹ സ്വരൂപമായിട്ട്. അപ്പോൾ ആ നവരാത്രികളിൽ നവദുർഗകളെ അറിഞ്ഞുകൊണ്ട് അതേസമയം അതേ ദുർഗാഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേസമയം ദശമഹാവിദ്യകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യാത്ര, ആ യാത്രയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് നമുക്ക് ആദ്യം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരുന്ന ബ്രഹ്മചാരിണി, അതുപോലെ തന്നെ താരാ ഭഗവതി, ഈ 2 ഭഗവതിമാരെ കുറിച്ചുള്ള നോളേജ് നമ്മൾ ഇന്നലെ നേടിയിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. വൈകുന്നേരം സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുമ്പോഴും അത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോഴും താല്പര്യമുള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. സർവശക്തി സ്വരൂപിണിയായ ഭഗവതി നമ്മിൽ വന്നു നിറയുമ്പോഴാണ് നവരാത്രിക്ക് വിശേഷമാകുന്നത്. വിളക്കുകൾ തെളിയിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ കീർത്തനങ്ങൾ ആലപിക്കണമെന്നോ ഒക്കെ മനസ്സിൽ തോന്നുന്നതിനും എല്ലാം അപ്പുറത്ത് സവിശേഷമായ രീതിയിൽ ഭഗവതി വന്നു കുടികൊള്ളുന്ന കാലത്തെ നമുക്ക് നവരാത്രി എന്ന് വിശേഷിപ്പിക്കാം. ആ സാധനയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിത്യവും. അപ്പോൾ നമുക്കിനി പ്രത്യേകമായും പ്രധാനമായും 3ാമത്തെ ദിവസത്തിന്റെ ചൈതന്യത്തിലേക്ക്. അപ്പോൾ 1ാമത്തെ ദിവസത്തെ ഇനി ഒരിക്കലും മറന്നു പോകാതെ സ്വീകരിക്കുക, ശൈലപുത്രി കാളിയും. 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണിയാകുമ്പോൾ നവദുർഗ. 1-2 പേർ സംശയം ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ബ്രഹ്മചാരിണി എന്ന് പറയുന്നു? ബ്രഹ്മചാരിണി എന്ന് പറയുന്നതിനോടൊപ്പം താര അല്ലെങ്കിൽ മഹാകാളി എന്ന് പറയുന്നു. എന്താണ് നവരാത്രിയിൽ ആരാണ് ശരിക്കും ഉപാസിക്കപ്പെടുന്നത്? ഉപാസിക്കപ്പെടുന്നത് നവദുർഗമാരെ തന്നെയാണ്. ശൈലപുത്രി എന്നും ബ്രഹ്മചാരിണി എന്നും ഒക്കെയുള്ള പേരുകളിൽ നമ്മൾ ഉപാസിക്കുന്നത് ഈ ഭഗവതിമാരെയാണ്. ഉള്ളിലേക്കെടുക്കുന്നത് അവർ നമ്മളിലേക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള തത്വങ്ങളെയാണ്. ശൈലപുത്രി കോൺഫിഡൻസ് ആണ്, അത് ചലിക്കാതെ നിൽക്കുന്നത്, മറ്റെന്തായാലും ചലിക്കാതെ നിൽക്കുന്ന നമ്മളിലെ ആത്മവിശ്വാസമാണ് ശൈലപുത്രി. എങ്കിൽ 2ാമത്തെ ദിവസം നമ്മൾ അതിനുവേണ്ടി ഇടേണ്ടുന്ന നിരന്തരമായ ശ്രമത്തെ, നമ്മളിൽ ഉണ്ടാകുന്ന തപസ്സിനെ, അതിനെയാണ് ബ്രഹ്മചാരിണി പ്രതിനിധാനം ചെയ്യുന്നത്. 3ാമത്തെ ദിവസമാകുമ്പോഴേക്കും ചന്ദ്രഖണ്ഡ എന്ന ഭാവത്തിലേക്ക് ഭഗവതി എത്തുന്നു. ചന്ദ്രഖണ്ഡ എന്നാൽ ഫാലത്തിൽ ചന്ദ്രനെ അണിഞ്ഞവൾ എന്നർത്ഥം. നെറ്റിയിൽ ചന്ദ്രനെ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രഖണ്ഡ എന്ന ഭഗവതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മഹാദേവനെ ഭർത്താവായി ലഭിച്ചു കഴിഞ്ഞ ഭാവമാണ്. അതായത് എന്തിനു വേണ്ടിയിട്ട് തപസ് ചെയ്തുവോ ആ തപസ് അച്ചീവ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി ശൈലപുത്രിയായി ജനിച്ചുവോ, എന്തിനു വേണ്ടി ബ്രഹ്മചാരിണിയായി തപസ് ചെയ്തുവോ, അതെന്തിനു വേണ്ടിയോ അത് അച്ചീവ് ചെയ്തിരിക്കുന്ന ഭാവമാണ്. അപ്പോൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് ചന്ദ്രഖണ്ഡ. അപ്പോൾ ശിവന്റെ നെറ്റിയിൽ അല്ലെങ്കിൽ മഹാദേവന്റെ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രക്കല ഭഗവതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജ്ഞാനത്തിന്റെ പ്രകാശം നേടിയിരിക്കുന്നു. ഭഗവതി പ്രകാശത്തിലേക്കുള്ള സഞ്ചാരം നേടിയിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളത് അർത്ഥമാക്കുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ആത്മബലമുണ്ട്, ശക്തിയുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടാൽ എന്ത് സംഭവിക്കും? നമ്മൾ എന്തിനു വേണ്ടി എഫേർട്ട് ഇടുന്നുവോ ആ എഫേർട്ട് സാർത്ഥകമാകും. അപ്പോൾ നവരാത്രിയുടെ ആദ്യത്തെ 3 ഘട്ടങ്ങളാണ് നവരാത്രിക്ക്. ആദ്യത്തെ 3 ദിവസങ്ങൾ, 2ാമത്തെ 3 ദിവസങ്ങൾ, 3ാമത്തെ 3 ദിവസങ്ങൾ. ആദ്യത്തെ 3 ദിവസങ്ങൾക്ക് 3ഉം 3ആയി തന്നെയാണ് കരുതുക. അപ്പോൾ പലരും പല രീതിയിലാണ് ഉപാസിക്കുക. ആദ്യത്തെ 3 ദിവസം പാർവതി, 2ാമത്തെ 3 ദിവസം ലക്ഷ്മി, 3ാമത്തെ 3 ദിവസങ്ങളിൽ സരസ്വതി എന്നിങ്ങനെ ഉപാസന നടത്താറുണ്ട് പലയിടത്തും. എന്നാൽ അതല്ലാതെ നമ്മളിലെ 3 ഗുണങ്ങൾ കേട്ടിട്ടുണ്ടോ? താമസിക, രാജസിക, സാത്വിക ഗുണങ്ങൾ, അല്ലേ? സത്വ, രജസ്, തമോ ഗുണങ്ങൾ എന്നറിയപ്പെടുന്ന 3 ഗുണങ്ങളാണ് ഈ 3 രാത്രികളിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 ദിവസങ്ങളായിട്ട് അറിയപ്പെടുന്നത് എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൽ താമസിക ഗുണങ്ങളാണ് ആദ്യത്തെ 3 ദിവസം. 2ാമത്തെ 3 ദിവസങ്ങളിൽ രാജസികമായ ഗുണങ്ങളാണ്. 3ാമത്തെ 3 ദിവസങ്ങളിൽ സാത്വിക ഗുണങ്ങളാണ് ഉണരുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ താമസികം, രാജസികം, അതുപോലെ തന്നെ സാത്വികം എന്ന് പറയുമ്പോൾ ഈ 3 ഗുണങ്ങൾക്കും അതീതമായി നിൽക്കുന്നതാണ് പരബ്രഹ്മം.
അല്ലെങ്കിൽ നിർഗുണമായി നിൽക്കുന്നതാണ് പരബ്രഹ്മം എന്ന് മനസ്സിലാക്കാറുണ്ട്. അപ്പം നമ്മളിൽ ഏത് ഗുണമാണ് വേണ്ടത്? നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? സാത്വികം എന്നുള്ള പേരുള്ളത് കൊണ്ട് സാത്വിക ഗുണമാണ് നിൽക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമുക്ക് വേണ്ടത്, പലപ്പോഴും എന്നല്ല, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഗുണങ്ങൾക്ക് അതീതമായ ഭാവം വരുന്ന എപ്പോഴാണ്? നമ്മൾ പൂർണ്ണമായും ആധ്യാത്മികമായ ഉണർവിലേക്ക് നിൽക്കുമ്പോഴാണ്. നമ്മൾക്ക് നമ്മളുടേതായ ജന്മവും ഈ ഭൂമിയിലേക്കുള്ള കണക്ഷനും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? കൃത്യമായ അളവിൽ താമസിക, രാജസിക, സാത്വിക ഗുണങ്ങളുടെ ബാലൻസിങ് ആണ്. താമസികമായ ഗുണം കൊള്ളില്ലാത്തതാണ്, അതുകൊണ്ട് വേണ്ട എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? താമസികം എന്ന് പറയുന്നത് ഒരു അല്പം നെഗറ്റീവാണ് എന്നാണ് പൊതുവിൽ വിചാരിക്കൽ. ഇരുട്ട്, അലസത ഒരല്പം നെഗറ്റീവായിട്ടാണ് താമസിക ഗുണങ്ങളെ കാണുക. എന്നാൽ താമസികമായ ഗുണങ്ങളാണ് നമ്മളെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഉറങ്ങുന്നത് നമ്മളിൽ താമസികമായ ഗുണം പ്രവർത്തിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ രാജസികം എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ഇങ്ങനെ ചടലമായിട്ട് ചടപട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ നേടിക്കൊണ്ടേയിരിക്കുക, എപ്പോഴും നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, അതാണ് രാജസികം. അതും പലപ്പോഴും വിചാരിക്കുക അതും എനിക്ക് ആവശ്യമില്ല. അതും ആവശ്യമുണ്ട്. നമ്മളിൽ ഇച്ഛയുള്ളതെല്ലാം, നമ്മളിൽ അറിയുന്നതെല്ലാം ക്രിയയിലേക്ക് മാറ്റണമെങ്കിൽ, ആക്റ്റീവായിരിക്കണമെങ്കിൽ നമ്മളിൽ ആ ചലിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ചെയ്യാനുള്ള പ്രവർത്തനപരത അത് വേണ്ടേ? അല്ലേ? എപ്പോഴും ഊർജ്ജസ്വലമായി ഇരിക്കണ്ടേ നമുക്ക്? വേണ്ടേ? വേണമല്ലോ അല്ലേ? സാത്വികമായിരിക്കുന്നത് എപ്പോഴാണ്? പൂർണ്ണമായിട്ടും പരബ്രഹ്മത്തിലേക്ക് ലയിച്ചിരിക്കുമ്പോഴാണ്. എന്നാൽ നമുക്ക് താമസിക ഗുണങ്ങൾ, കൃത്യമായ അളവിൽ ഉറക്കം വേണം. ഒരു മനുഷ്യന് മിനിമം 7 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ഉറക്കമില്ലാതെ ഇരുന്നാൽ എന്തായി മാറും? പൂർണ്ണമായും സാത്വികമായ അവസ്ഥയിൽ എത്തിയവർക്ക് ഇതൊന്നും ബാധകമല്ല. ഉറക്കം വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അതല്ലാത്തവർക്ക്, സാധാരണമായ ജീവിതം നയിച്ചു പോകേണ്ടവർക്ക് ഉറക്കം വേണ്ടേ? പ്രോപ്പറായിട്ട് ഉറക്കം വേണം. ജോലികൾ ചെയ്യണ്ടേ നമ്മൾ? ഭക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ആധ്യാത്മികമായ കാര്യങ്ങൾ മാത്രമേ മതി, കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ എന്ന് പറയുന്ന ഒരാൾക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നോക്കാം. ഒരു ഡോക്ടർ, ഉത്തരവാദിത്തമുള്ളൊരു ഡോക്ടർ, അല്ലെങ്കിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ, ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർ, നമ്മളെ എല്ലാവരുടെയും ജോലിക്ക് ഉത്തരവാദിത്തം ഉണ്ട് കേട്ടോ, വലിയ ഉത്തരവാദിത്തങ്ങൾ. അങ്ങനെയൊക്കെ ജോലി ചെയ്യേണ്ടവർ, ഞാൻ സാത്വികമായി മാത്രം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥനകളിൽ മാത്രം ഇരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോവില്ല, കാരണം അതൊക്കെ രാജസികമായ കാര്യങ്ങളാണ്, അത് ചെയ്യില്ല എന്ന് വിചാരിച്ചാലോ? കുടുംബം മുന്നോട്ട് പോകുമോ? നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? സോ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഉണ്ടാകണം. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഉണരേണ്ട സമയത്ത് കൃത്യമായി ഉണരണം, പ്രവർത്തിക്കേണ്ട സമയത്ത് കൃത്യമായി കാര്യങ്ങൾ പ്രവർത്തിക്കണം, അല്ലേ? ഉത്തരവാദിത്തങ്ങൾ, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുന്നതാണ് ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയാം. ഒരമ്മ തൻ്റെ കുട്ടിയോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതത് കാലത്ത് അതതുപോലെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യുന്നത് ആണ് സ്പിരിച്വാലിറ്റി, ശരിയായ സ്പിരിച്വാലിറ്റി. അതേസമയം ആ അമ്മ അപ്പോൾ പാല് കൊടുക്കേണ്ടുന്ന ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ അപ്പോൾ ജനിച്ചൊരു കുഞ്ഞിന്, അല്ലെങ്കിൽ ആ കെയർ കൊടുക്കേണ്ടുന്ന കുഞ്ഞിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ മറ്റൊരു സ്പിരിച്വൽ ആക്ട്, ഞാൻ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് നാമം ജപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കില്ല. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെ ഭംഗിയായി ചെയ്യുമ്പോൾ, പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുമ്പോൾ, ഈ കുഞ്ഞ് വളർന്നു വലുതായി എൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മുലയൂട്ടുന്ന ഒരമ്മ കർമ്മമല്ല ചെയ്യുന്നത്. ഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള കർമ്മം നല്ല കർമ്മമായി മാറുകയുമില്ല. അതേസമയം മനോഹരമായ ആനന്ദത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കും ഈ പ്രകൃതി നമുക്ക് നൽകിയ മഹാഭാഗ്യത്തിന്റെ ചൈതന്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുലയൂട്ടിയാലോ? ആ കർമ്മം, ആ കുഞ്ഞിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഊർജം, അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് അമ്മയുടെ മനസ്സ്, കുഞ്ഞിൻ്റെ അടുത്തെത്തുമ്പോഴുള്ള അമ്മയുടെ മനസ്സ്, അതിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കൃത്യമായ ഉറക്കം, കൃത്യമായ പ്രവർത്തനം, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ സാത്വികമായ അവസ്ഥയിലേക്ക് ഉണരേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ കൃത്യമായി പ്രവർത്തിച്ചാൽ സാത്വികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കുള്ള നമ്മുടെ ഉണർവ് ഉണ്ടാകും. അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ത്രിഗുണങ്ങളെ അറിഞ്ഞുകൊണ്ട്, ഈ മൂന്ന് ഭാവങ്ങളെയും അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ, ജീവന്റെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുന്ന അവസ്ഥ, അവിടെ നമ്മൾ ആ മൂന്ന് ഭാവങ്ങളെ, അപ്പൊ ആദ്യത്തെ 3 ദിവസങ്ങളിൽ താമസികം, അടുത്ത 3 സെഷൻസിൽ രാജസികം, അടുത്ത 3 സാത്വികം. ഇത് മൂന്നും ബാലൻസ്ഡ് ആവണ്ടേ? അതിനാണ് നവരാത്രി. അത് ബാലൻസ്ഡ് ആകണം, അതിനാണ് നവരാത്രി വരുന്നത്. അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ.
നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ പുരാണം പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്, ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമായിട്ട് ഒരാളേ ഉള്ളൂ, അതാണ് പരബ്രഹ്മം, നിർഗുണ പരബ്രഹ്മം. അപ്പൊ നമ്മൾ ഈ ഗുണങ്ങളെയെല്ലാം താമസികം കൂടുതലാവുക അല്ലെങ്കിൽ രാജസികം കൂടുതലാവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് പോകാതെ ഇത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതിനാണ് ഈ നവരാത്രിയെ 3 3 3 എന്ന് തിരിച്ചിരിക്കുന്നത് എന്ന് ഒരു ഘട്ടം. അതാണ് ഒരു രീതി. അപ്പൊ മനസ്സിലായോ എന്തിനാണ് ഇത് 3ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്? കൃത്യമായും ഉറക്കം, നമ്മൾക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. അപ്പൊ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളെയാണ് നമ്മൾ താമസികം എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ടത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾക്ക് ഉറക്കം, നമുക്കൊരു 7 മണിക്കൂർ ഉറക്കം വേണം. അതേ ഉറക്കം നമ്മളൊരു 16 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ 16 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണ്, അതിന്റെ ആവശ്യമുണ്ടോ? അത് നമ്മളിലേക്ക് എന്ത് കൊണ്ടുവരും? നമുക്ക് പിത്തം, അല്ലല്ലേ, നമ്മളുടെ പിത്തം കൂടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വല്ലാതെ വരും. നമ്മളുടെ ആക്ടിവിറ്റീസ് എല്ലാം, കേൾക്കുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം അല്ലേ? ഓക്കെ, ശരി. കേൾക്കാമെന്നാണോ? കേൾക്കാം. ഓക്കെ. അപ്പോൾ ആ ഗുണങ്ങളെയെല്ലാം നമ്മൾ അതുപോലെ തന്നെ രാജസികമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും പല സ്ത്രീകളെ നോക്കിയാൽ കാണാം, ഉറക്കമില്ലാതെ എഴുന്നേറ്റ് രാത്രി നിന്ന് ക്ലീനിങ്ങും ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും പലപ്പോഴും, അല്ലേ? OCD ഒക്കെ വന്നിട്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഗുണം ചെയ്യുമോ? ഇല്ല. എല്ലാം കറക്റ്റ് ആയിരിക്കണം. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കണം, ബ്രഹ്മത്തെ അറിയേണ്ട സമയത്ത് അതിന് വേണ്ടുന്നതും ചെയ്യണം. ആ 3 കാലങ്ങളും സമമായിരിക്കണം എന്നാണ് നവരാത്രി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മറ്റൊരു വിശേഷമായിട്ടുള്ള സങ്കല്പം കൂടിയുണ്ട്. നവരാത്രിയുടെ ആദ്യത്തെ 3 നാളുകളിൽ നമ്മൾ ഗർഭാവസ്ഥയിലാണ്, അമ്മയുടെ ഗർഭത്തിനുള്ളിലാണ്. ആദ്യത്തെ 3 നവരാത്രിയുടെ 3 കാലങ്ങളിൽ നമ്മൾ പിറവി കൊള്ളാനായിട്ട്, വീണ്ടും ഒരിക്കൽ കൂടി പിറവി കൊള്ളാൻ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലാണ്, അല്ലേ? 3 3 3 എന്നുള്ള കാലഘട്ടമല്ലേ ഒരു ഗർഭം പൂർത്തിയാകുന്നത്? ആദ്യത്തെ 3 മാസം, രണ്ടാമത്തെ 3 മാസം, മൂന്നാമത്തെ 3 മാസം. മൂന്നാമത്തെ 3 മാസത്തിൽ പിറവി കൊള്ളും. അതുപോലെ നമ്മൾ ആദ്യം ശൈലപുത്രി ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഗർഭത്തിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളായി നിൽക്കുന്നു. കൈകാലുകളൊന്നും രൂപപ്പെടാതെ അവിടെ നിന്ന് എന്താ ഒരു ചെറിയ ഒരു ബീജത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വളർന്ന് വളർന്ന് ഓരോ നിമിഷവും വളർന്ന് 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 ഒരു കുഞ്ഞിലേക്കുള്ള വളർച്ച ആദ്യത്തെ 3 മാസം. അത് കഴിയുമ്പോൾ കൈകാലുകൾ വന്ന് മനുഷ്യരൂപം, മനുഷ്യരൂപമാണോ മൃഗമാണോ പക്ഷികളാണോ ഏതാണോ, എന്തിൽ നിന്നാണോ നമ്മൾ എന്തിൽ നിന്നാണ് പിറവി കൊള്ളുന്നത്, ജീവനുള്ള വസ്തു എന്തിൽ നിന്നാണ് പിറവി കൊള്ളേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണോ പിറവി കൊള്ളേണ്ടത്, അപ്പോൾ അതിന് വേണ്ടുന്ന പ്രത്യേകതകളെല്ലാം അതിൽ വന്നു ചേരുന്നു. അടുത്ത 3 മാസം നമ്മൾ പുറത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളിൽ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തും. അതുപോലെയാണ് ഈ 3 ദിവസങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ ഒരു പിറവി പരംപുരുഷനിൽ നിന്ന് പ്രകൃതിയിലേക്ക് സഞ്ചരിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ആ കുഞ്ഞ് എന്ന ഭാവത്തിൽ നമ്മളിൽ തന്നെ, അപ്പം നമ്മളിപ്പോൾ ഈ രൂപം, ഈ ശരീരം എന്നതിനെല്ലാം അപ്പുറത്ത് നമ്മൾക്കുള്ളിലെ ചിന്തകൾ, നമ്മൾക്കുള്ളിലെ എല്ലാ അറിവുകളും ജ്ഞാനവും എല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ആ ഗർഭപാത്രത്തിലേക്ക് പോയി വീണ്ടും ഒരിക്കൽ കൂടി രൂപം കൊണ്ട് പിന്നെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആദ്യത്തെ 3 നാളുകളുടെ പ്രത്യേകത മനസ്സിലായോ? നാളത്തെ ദിവസം നമ്മൾ വീണ്ടും ജനിക്കാൻ പോവാണ്. മനസ്സിലായോ? പിടികിട്ടിയോ പറഞ്ഞത്? 1 2 3 ഈ 3 കാലങ്ങളിൽ കൊണ്ട് നമ്മളൊരു ഗർഭാവസ്ഥ പൂർത്തീകരിച്ച് പുറത്തേക്ക് വരികയാണ്. ഓരോ ദിവസത്തെയും നമ്മൾ 3 മാസം, ഗർഭത്തിന്റെ ആദ്യ 3 മാസകാലത്തെ 1-ാം ദിവസം, രണ്ടാമത്തെ 3 മാസത്തെ 2-ാം ദിവസം, മൂന്നാമത്തെ 3 മാസത്തെ 3-ാം ദിവസം, അങ്ങനെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവതിയുടെ ഗർഭപാത്രത്തിൽ നമ്മളെല്ലാവരും ആ കുഷ്മാണ്ഡ സ്വരൂപിണിയായ ഭഗവതിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറവി കൊണ്ടവരാണ്, പരാശക്തിയിൽ നിന്ന്. അവിടേക്ക് അതിൻ്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഗർഭപാത്രത്തിലേക്ക് വീണ്ടും എത്തുവാൻ, അതിൽ നിന്ന് ജന്മം കൊള്ളുവാനുള്ള അവസരങ്ങളെ നമുക്ക് നൽകുന്നതാണ് നവരാത്രി. അതുകൊണ്ടാണ് ഓരോ നവരാത്രിയും പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പൊ എല്ലാ മാസവും നവരാത്രികളുണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. എല്ലാ മാസവും നവരാത്രികളുണ്ട്. അപ്പൊ ആ മാസങ്ങളിലെല്ലാം നമുക്ക് ഇതിന്റെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരവുമാണ്. ഏതായാലും അതിൽ ശാരദ നവരാത്രി ജ്ഞാനത്തിന്റെ നവരാത്രി ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രകടമായി പറയുകയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ പല ദേവതമാരുടെ പേരുകൾ പറയാം. നവദുർഗകളിൽ ഈ 3 ദേവതമാരുടെ പേരുകൾ, 2 ദേവതമാരുടെ പേരുകൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ദേവത ചന്ദ്രഖണ്ഡ. എല്ലാറ്റിനെയും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നിലകൊണ്ടോ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താം. ഇപ്പൊ ഗർഭത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചുവെങ്കിൽ ഗർഭത്തിൽ നിന്ന് ജന്മത്തിലേക്ക്, പിറവി കൊള്ളലിലേക്ക് വരിക.
എന്ന് പറയുന്നത് പോലെ ഭഗവാനെങ്കിലേക്ക് ചേരാനുള്ള ഭഗവതിയുടെ തപസ് പൂർണ്ണമായതുപോലെ തന്നെ നമ്മളിൽ എന്തൊക്കെയാണോ നമ്മൾ തപസ്സായി കൊണ്ടുവന്നത് അതെല്ലാം പൂർണ്ണമാകുന്ന കാലമാണ് ചന്ദ്രഖണ്ഡ. വിശേഷമായ ഒരു സാന്നിധ്യമാണ് ചന്ദ്രഖണ്ഡയുടെ മന്ത്രം എന്താണെന്ന് നോക്കാം. പിണ്ഡജ പ്രവരാരൂഢ എന്നാണ് തുടങ്ങുക. പിണ്ഡജ കടുവയുടെ മേലേറി നിൽക്കുന്നത്. പിണ്ഡജം എന്ന് പറഞ്ഞാൽ കടുവയാണ്. കടുവയുടെ മേലേറിയിട്ടാണ് ഭഗവതി നിൽക്കുന്നത്. ഈ കടുവ തന്നെ ശക്തിയുടെ ഒരു പ്രതീകമാണ്. അക്കംപ്ലിഷ്മെന്റിന്റെ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സിന്റെ ഒരു പ്രതീകമായിട്ടാണ് കടുവ നിൽക്കുന്നത്. കടുവയുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് വിശേഷമാണ്. കടുവയെക്കുറിച്ച് ഓരോ മൃഗങ്ങളുടെയും രീതികളെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും മനുഷ്യർക്കിടയിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, മനുഷ്യർക്കിടയിൽ മാത്രമാണ് പല കാര്യങ്ങളും നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ ചിന്തിക്കാനുള്ള ശക്തിയും സ്നേഹിക്കാനുള്ള കഴിവും വിവേകവും പിന്നെ വിചാരവും ഒക്കെ ഉണ്ട്. എങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റു മൃഗങ്ങളിലുമുണ്ട്. കടുവ എന്ന് പറയുന്നത് കടുവ തൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന രീതി, തൻ്റെ അധികാര മേഖലകൾ മാർക്ക് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ഒരു കടുവ ഒരു പ്രത്യേകിച്ച് പെൺകടുവകൾ പ്രത്യേകമായിട്ടും അവർ സഞ്ചരിച്ച വഴികളിൽ അടയാളങ്ങൾ പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ അതിൻ്റെ മരിക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന രീതി, അതൊരു ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ആ ജലാശയം എങ്ങനെ വേണമെന്നത് തീരുമാനിക്കുന്ന രീതി, ആ ജലാശയം ഒരു കടുവയുള്ള പ്രദേശത്ത് ആ ജലാശയത്തിലേക്ക് ആ കടുവ വെള്ളം കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ കടുവ കൃത്യമായിട്ടും ഒരു സമയം പാലിക്കും. എന്നിട്ട് ആ കടുവയിലൂടെ കമ്മ്യൂണിക്കേഷൻ, മാന്, മുയല് തുടങ്ങിയിട്ടുള്ള മറ്റു മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊരു സമയം കടുവ നിശ്ചയിക്കും. എന്നിട്ട് ആ കടുവ ആ സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കും. കാരണം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു മൃഗത്തെ ആക്രമിക്കാൻ പാടില്ല. കടുവ ആക്രമിക്കുകയില്ല വെള്ളം കുടിക്കുന്ന സമയത്ത്. അപ്പോൾ ആ വെള്ളം കുടിക്കേണ്ട സമയത്ത് ഏതൊക്കെ മൃഗങ്ങൾ വന്ന് കുടിക്കണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് കിട്ടും. അവർ വെള്ളം കുടിക്കും. ഇത് എനിക്ക് പറഞ്ഞു തന്നത് ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു തന്നാണ്. കടുവ ശരിക്കും ഒരുപാട് പഠിക്കേണ്ടുന്ന ഒരു മൃഗമാണ് എന്ന്, കടുവയുടെ രീതികൾ. അപ്പൊ ആ കടുവയ്ക്ക് മേലേറി നിൽക്കുന്നു ഭഗവതി. മന്ത്രം നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? മന്ത്രം ചന്ദ്രഖണ്ഡയുടെ പിണ്ഡജ പ്രവരാരൂഢ ചന്ദകോപാസ്ത്ര കൈരുത പ്രസാദം തനുമേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ വിശ്രുതമാകുന്ന ചൈതന്യത്തോടു കൂടി നിൽക്കുന്ന ഈ ഭഗവതി കടുവയ്ക്ക് മേലേറിയിട്ടാണ് നിൽക്കുന്നത്. കൈകളിൽ പലവിധമായ ആയുധങ്ങളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന തത്വങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നവരാത്രിയുടെ ഈ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നവരാത്രിയുടെ ഈ ചൈതന്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിശേഷമായിട്ട് ഈ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ ചന്ദ്രഖണ്ഡയെ വിശേഷമായി പറയാം. സ്വർണ്ണ നിറത്തോടു കൂടിയിട്ടുള്ള ഭഗവതിയാണ്. 10 കൈകളുണ്ട് ഭഗവതിക്ക്. 10 കൈകളും ആ കടുവയുടെ മേലേറി നിൽക്കുന്നു എന്ന് മാത്രമല്ല, കടുവയെ നയിക്കുക കൂടി ചെയ്യാണ്. ഇത്രയും പ്രത്യേകതകളുള്ള കടുവയെ ഭഗവതി നയിക്കുക കൂടി ചെയ്യാണ്. അങ്ങനെ കൂടിയുണ്ട്. അത്രയും വിശേഷമായിട്ടുള്ള ഭഗവതിയുടെ ശക്തി സ്വരൂപത്തെയാണ് നമ്മൾ 3-ാമത്തെ ദിവസം കടുവയ്ക്ക് മേൽ സവാരി ചെയ്തുകൊണ്ട് 10 കൈകളിലും നിരവധിയായിട്ടുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ടുള്ള ഭഗവതി എന്നെ അനുഗ്രഹിക്കണേ, ഓ ദേവി ചന്ദ്രഖണ്ഡേ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കടുവയുടെ മേൽ കടുവയെ വാഹനമാക്കി 10 കൈകളുള്ള ആയുധങ്ങളോട് കൂടി നിൽക്കുന്ന ഭഗവതി എൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുക. അതാണ് എല്ലാ തരത്തിലും ഏറ്റവും വിശേഷമായി നിൽക്കുന്ന, രത്നത്തിന് തുല്യമായി നിൽക്കുന്ന ഭഗവതിയാണ് ചന്ദ്രഖണ്ഡ. ചന്ദ്രഖണ്ഡയുടെ രൂപം ഒന്ന് കാണാം. നമുക്ക് ചന്ദ്രഖണ്ഡയുടെ രൂപം ഒന്ന് കണ്ടാലോ? നിങ്ങൾ ഈ രൂപങ്ങൾ കാണുന്നുണ്ടാവും, മന്ത്രം കേൾക്കുന്നുണ്ടാവും നിരവധിയായിട്ട്. കാരണം ഇന്നിപ്പോൾ നമുക്കിതെല്ലാം വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. ഇതാണ് ഭഗവതി. ഭഗവതിയുടെ സാന്നിധ്യം ഇങ്ങനെയാണ് നമ്മൾ കാണുക. അപ്പോൾ തൃശൂലം കയ്യിലേന്തി എല്ലാ കൈകളിലും ആയുധങ്ങളോടുകൂടി കടുവയ്ക്ക് മേലേറി നിൽക്കുന്ന ഭഗവതി. ചന്ദ്രനെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട് ഭഗവതി. അതാണ് ചന്ദ്രഖണ്ഡ. അതായത് ശിവനിങ്കലേക്ക് ചേർന്ന ഭഗവതി എന്ന് അർത്ഥം.
ഇവിടെ നമ്മൾ 8 കൈകളാണ് ഭഗവതിയെ കാണുന്നത്. 10 കൈകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അഷ്ടഭുജത്തോടു കൂടിയും ഭഗവതിയുടെ കൈകൾ പലതരത്തിലും പലപ്പോഴും പലതരത്തിൽ വരയ്ക്കാറുണ്ട്. അതായത് ചതുർഭുജയായിട്ട് വരയ്ക്കാറുണ്ട്, 6 കൈകളുള്ളതായിട്ട് വരയ്ക്കാറുണ്ട്, 8 കൈകളോട് കൂടി വരയ്ക്കാറുണ്ട്. ഇത് ഓരോ കളം വരയ്ക്കുമ്പോഴും വ്യത്യസ്തമായിട്ട് വരയ്ക്കാറുണ്ട്. ശ്ലോകത്തിൽ 10 കൈകളോട് കൂടിയിട്ടുള്ള ഭഗവതിയെ വിശേഷിപ്പിക്കുന്നു. ചന്ദ്രഖണ്ഡ, കടുവയ്ക്ക് മേലേറി നിൽക്കുന്നതാണ്. പിണ്ടജ പ്രവരാരൂഢ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഭഗവതി. ഈ ഭഗവതിയാണ് നാളെ രാവിലെ നിങ്ങൾ ഉപാസിക്കേണ്ടത്. നാളെ രാവിലെ നവരാത്രിയുടെ ദീപം തെളിയിച്ചുകൊണ്ട് ഒരല്പനേരം പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രഖണ്ഡയെ മനസ്സിൽ തെളിഞ്ഞു വരട്ടെ. ചന്ദ്രഖണ്ഡ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഇടുന്നത് അത് പൂർണ്ണതയിലെത്തും എന്നുള്ളതിന്റെ ശുഭാപ്തി വിശ്വാസമാണ് ചന്ദ്രഖണ്ഡ. അതുപോലെ തന്നെ നമ്മളുടെ പിറവി കൂടിയാണ്, നമ്മൾ ഓരോരുത്തരുടെയും പിറവി കൂടിയാണ്. നമ്മളെല്ലാം നാളെ ഒരിക്കൽ കൂടി പിറക്കാൻ പോകുന്ന മഹനീയമായ നവരാത്രിയുടെ 3-ാം നാൾ. അതുകൂടിയാണ് ഇവിടെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നാളെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഊർജം നമ്മളിൽ നിറഞ്ഞു നിൽക്കണം. ഈ ചൈതന്യം നാളെ രാവിലെയും വൈകുന്നേരങ്ങളിലും ചന്ദ്രഖണ്ഡ എന്ന സാന്നിധ്യത്തെ നമുക്ക് നന്നായി ഉൾക്കൊണ്ട് നന്നായി മനസ്സറിഞ്ഞ് തെളിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പൊ ചന്ദ്രഖണ്ഡ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ചന്ദ്രഖണ്ഡയെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ശൈലപുത്രി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ കോൺഫിഡൻസ് ആയിട്ട്, അചലമായിട്ട് നമ്മളൊന്ന് വിചാരിച്ചാൽ, നമ്മൾ അതിനെ പൂർണ്ണമായും നോളേജോട് കൂടി ഒരു കാര്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ അചലമായിട്ട് നിൽക്കുക, ചലിക്കാതെ നിൽക്കുക. അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ശൈലപുത്രി എന്ന ശക്തിയെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ്. അടുത്ത ബ്രഹ്മചാരിണിയെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് എഫേർട്ട്, നിരന്തരമായ ശ്രമങ്ങൾ. നമുക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിരന്തരമായ എഫേർട്ട്, തപസ്സായി തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നത്, പുതിയൊരു ഊർജത്തിലേക്ക് നയിക്കപ്പെടുന്നത്, എല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എവ്രി ഡേ, എവ്രി മോർണിംഗ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. ഈ ജീവിതം എന്ന് പറയുന്നത് വിശേഷമായൊരു അവസരമാണ്, വിശേഷമായൊരു ജന്മമാണ്. നമുക്ക് വേണമെങ്കിൽ എവ്രി ഡേ മോർണിംഗ് നമുക്ക് പറയാം ഹാപ്പി ബർത്ത്ഡേ ടു യു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പുതുതായി വേണം ജീവിതത്തെ കാണാൻ. നമ്മൾ എഴുന്നേൽക്കുന്നു, എത്രയോ പേര് എഴുന്നേൽക്കുന്നില്ല, എത്രയോ പേർക്ക് ആ പകലില്ല, കഴിഞ്ഞു, ജന്മം പൂർത്തിയാക്കി പോയി കഴിഞ്ഞു. നമ്മൾ ഉണരുന്നു, നമ്മൾ കാണുന്നു, എത്രയോ പേർ കാണുന്നില്ല, നമ്മൾ പലതും കേൾക്കുന്നു, എത്രയോ പേർ കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങണം നമ്മളുടെ ആനന്ദത്തിന്റെ ശേഖരിച്ചു വെക്കലുകൾ. അപ്പൊ അതാണ് ഭഗവതി. അടുത്തത് 3-ാമത്തെ ദിവസം നാളെ ചന്ദ്രഖണ്ഡയെ ആ രീതിയിൽ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. മനസ്സിലായല്ലോ നവരാത്രിയുടെ ഊർജം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന്? സംശയമില്ലാതെ മനസ്സിലായല്ലോ. ശരി. അപ്പോൾ നവദുർഗകളിൽ നവരാത്രിയുടെ ഭാഗമായിട്ട് നമ്മൾ ചന്ദ്രഖണ്ഡയെ വിശേഷിപ്പിച്ചു, ചന്ദ്രഖണ്ഡയെ പറഞ്ഞു. ഇനി ദശമഹാവിദ്യകളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആര്? ദശമഹാവിദ്യ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് നോളേജ് അഥവാ ഗ്രേറ്റ് നോളേജ്. അതിൽ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഡേ നമ്മളുടെ നോളേജ് എന്തായിരുന്നു? കാളി, കാലത്തെ ആളുന്ന ശക്തി കാളി. സമയത്തെ ശരിയായി ഉപാസിക്കുന്ന ഒരാൾ മാത്രമേ കാളി ഭക്തൻ അല്ലെങ്കിൽ കാളി ഭക്ത ആകുന്നുള്ളൂ, അല്ലാത്തവർ അല്ലാതെ മാറുന്നു. അങ്ങനെ കാലത്തെ ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നത്? കാളിദാസൻ എന്താ സംഭവിച്ചത്? ഇരിക്കുന്ന കൊമ്പ് പോലും മുറിക്കുന്ന രീതിയിൽ വിഡ്ഢിയായിരുന്ന, വെറുതെ ആടുകളെ മേച്ച് നടന്ന ഒരാൾ, അയാൾ നിരന്തരമായൊരു ശ്രമമിട്ടപ്പോൾ, നിരന്തരമായി ഇതല്ല മാറണം എന്ന ചിന്ത ശക്തമായിട്ട് വന്നപ്പോൾ, നിരന്തരമായ ശ്രമമിട്ടപ്പോൾ ആ നാവിൽ ഭഗവതി എഴുതിയില്ലേ? അല്ലേ? അകത്ത് കയറി ശ്രീകോവിലിനകത്ത് വാതിലടച്ച്, കേട്ടിട്ടില്ലേ കാളിദാസന്റെ കഥ? അകത്ത് കയറി, അതായത് രാജകുമാരി വിവാഹം കഴിച്ചു, അവസാനം രാജകുമാരി ഇത്രയും മണ്ടന്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് പുറത്തിറക്കി വിട്ടു. എന്നാൽ ഇനി വിദ്യ നേടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മണ്ടൻ നടക്കുകയാണ്. അവസാനം നേരെ ചെന്ന് ശ്മശാന കാളിയുടെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് കയറി ഇരിക്കുകയാണ്, വാതിലും അടച്ചിട്ട്. കാളി പുറത്തെല്ലാം പോയിട്ട് മഹാകാളി തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ തന്റെ ശ്രീകോവിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ വാതിൽ തട്ടിയിട്ട് ചോദിക്കുകയാണ് അകത്താര് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സ്വാഭാവികമായ മണ്ടത്തരത്തിൽ നിന്നുകൊണ്ട് കാളിദാസൻ എന്ന് പറഞ്ഞ ആ വ്യക്തി, കാളിദാസൻ ആവുന്നതിന് മുന്നേ ഉള്ള ആള് പറയാണ് പുറത്താര് എന്ന് ചോദിക്കുകയാണ്. അല്ല, അകത്താര് പറയൂല, പുറത്താര് എന്ന് പറയൂ ചോദിക്കുകയാണ്. പുറത്ത് കാളി എന്ന് പറയാം. അപ്പോ അകത്ത് ദാസൻ എന്ന് മറുപടി പറഞ്ഞു. പുറത്ത് കാളിയെങ്കിൽ അകത്ത് ദാസൻ. അങ്ങനെയാണ് കാളിദാസൻ എന്ന് അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ ഭഗവതി പറഞ്ഞു, എന്നാൽ നാവ് പുറത്തേക്കിട്ട്. നാവ് പുറത്തേക്കിട്ടു. ആ നാവിൽ നാരായം കൊണ്ട് എഴുതി ഭഗവതി.
ശുദ്ധമണ്ടനായ ഒരാളെ ഒറ്റ രാത്രി കൊണ്ട് പണ്ഡിതനാക്കാൻ കെൽപ്പാർക്കാണുള്ളത്? അത് കാളി. എന്തുകൊണ്ടാണ്? കാളിദാസനാകുന്നതിന് മുന്നേയുള്ള ആ മണ്ടനായ വ്യക്തി തന്റെ സമയത്തെ ഉപയോഗിക്കാൻ തുനിഞ്ഞു, സർവ്വതും സമർപ്പിച്ചു, അവിടെ സമയത്തെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ആ ഫലം കിട്ടിയത്. അപ്പോ കാളി എന്നത് നമ്മുടെ കാലമാകുന്ന ശക്തിയാണ്. താര എന്നത് നമ്മളിലെ സർവം തരണം ചെയ്യാനുള്ള ശക്തിയാണ്. ഞാൻ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മനസ്സിൽ ഉറയ്ക്കണം. അത് മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും 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 പറയുന്നത്. അപ്പോൾ നമ്മളിൽ തന്നെ സർവ്വതം തരണം ചെയ്യാനുള്ള ശക്തിയെ നമ്മൾ താര എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ദിവസത്തെ ഭഗവതി ത്രിപുര സുന്ദരി. ത്രിപുര സുന്ദരി മൂന്നാമത്തെ ദശമഹാവിദ്യകളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭഗവതി ത്രിപുര സുന്ദരി. ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞാൽ 3 പുരങ്ങളിലും വസിക്കുന്ന ഭഗവതി അല്ലേ? 3 പുരങ്ങൾ ഏതാണ്? സ്വർഗം, ഭൂമി, പാതാളം എന്ന് നമ്മൾ പറയും അല്ലേ? അങ്ങനെയുള്ള 3 പുരങ്ങൾ അല്ലേ? അതുപോലെ തന്നെ 3 തലങ്ങൾ. 3 തലങ്ങളെക്കുറിച്ച്, നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ 3 തലങ്ങൾ, നമ്മുടെ ബോധത്തിന്റെ 3 തലങ്ങൾ ഏതൊക്കെയാണ്? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി അല്ലേ? ഉറങ്ങുന്ന അവസ്ഥ, ഉണരുന്ന അവസ്ഥ, ഇതിനിടയ്ക്കുള്ള അവസ്ഥ. പൂർണ്ണമായ സുഷുപ്തിയിൽ ഉറങ്ങുന്ന അവസ്ഥ, അവിടെ നിന്ന് മെല്ലെ ഉണരുന്ന അവസ്ഥ, ഉണർന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥകളെ 3 അവസ്ഥകളും, നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ 3 അവസ്ഥകളെ വ്യക്തമായി ഭരിക്കുന്ന ഭഗവതി. അതാണ് ത്രിപുരം. ത്രിപുരം എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധബോധത്തിന്റെ 3 അവസ്ഥകളാണ്. സുഷുപ്തിയിലാണ്ട് പൂർണ്ണമായും ഉറക്കത്തിലായ അവസ്ഥ, ആ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത്, പിന്നെ ഉണരുന്നത്. തിരിച്ചു പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ, പിന്നെ ഉറക്കത്തിലേക്ക് പോയിട്ടുമില്ല, ഉണർന്നിരിക്കുകയുമല്ല, ഹാലൂസിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന അവസ്ഥ, പിന്നെ പൂർണ്ണമായും സുഷുപ്തിയിലാകുന്ന അവസ്ഥ. ഈ 3 അവസ്ഥകളെയും ഭരിക്കുന്ന ഭഗവതി. അതുകൊണ്ടാണ് ത്രിപുരസുന്ദരി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒന്ന്. ഇനി മറ്റൊന്ന്, എൻ്റെ ശരീരം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം, എൻ്റെ ഫിസിക്കൽ ബോഡിയും അതുപോലെ തന്നെ കോസൽ ബോഡിയും ആസ്ട്രൽ ബോഡിയും എല്ലാം ഭരിക്കുന്ന ഭഗവതി. സട്ടിൽ ബോഡി അല്ലേ? നമ്മളിൽ 3 ശരീരങ്ങളില്ലേ? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ. നമ്മൾ ഈ കാണുന്ന ബോഡി, നമ്മൾ അകത്ത് ഉൾക്കൊള്ളുന്ന ബോഡി, അല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോഡി. ഈ 3 ബോഡിയും ഭരിക്കുന്ന ഭഗവതി. 3 പുരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ 3 ദേഹങ്ങളുമാകാം. ഈ 3 പുരങ്ങളെയും ഭരിക്കുന്ന സുന്ദരി, അതാണ് ത്രിപുര സുന്ദരി. ഈ ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് ദേവീ സങ്കല്പങ്ങളിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭാവമാണ്. ശ്രീവിദ്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ത്രിപുര സുന്ദരിയാണ്. ശ്രീവിദ്യയായിട്ട് തന്നെ കാണുന്നതും ജപിക്കുന്നതും ത്രിപുര സുന്ദരിയാണ്. അപ്പോൾ ആ ത്രിപുര സുന്ദരിയുടെ 3 പുരങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലായല്ലോ? എൻ്റെ കോൺഷ്യസ്നെസ്സിന്റെ, എൻ്റെ ശുദ്ധബോധത്തിന്റെ 3 തലങ്ങൾ, എൻ്റെ കോൺഷ്യസ്നെസ് അതിൻ്റെ 3 തലങ്ങൾ, എൻ്റെ ശരീരം അതിൻ്റെ 3 തലങ്ങൾ, ഭൂമി, സ്വർഗം, പാതാളം എന്നിങ്ങനെ 3 തലങ്ങൾ. ഇങ്ങനെ മൂന്നായതെല്ലാം പുരങ്ങളായി കണ്ടുകൊണ്ട് ആ പുരങ്ങളെ ഭരിക്കുന്ന അല്ലെങ്കിൽ ആ പുരങ്ങളിൽ നിവസിക്കുന്ന സുന്ദരി എന്ന് ത്രിപുര സുന്ദരിയെ വിശേഷിപ്പിക്കും. എന്നാൽ ഇതല്ലാതെ 3 പുരങ്ങൾ കൂടി നമ്മളിലുണ്ട്. അത് നമ്മളുടെ മൈൻഡിലുള്ള, നമ്മുടെ മനസ്സിലുള്ള പുരങ്ങളാണ്. ഈ പുരങ്ങളെ കൂടി സുന്ദരമാക്കുന്ന ഭഗവതിയാണ് ത്രിപുര സുന്ദരി. അതേതാണെന്നറിയാം? 3 പുരങ്ങൾ. ഞാൻ, എൻ്റേത്, എൻ്റേതല്ലാത്തത്. മീ, മൈൻ, നോട്ട് മൈൻ. ഞാൻ, എൻ്റേത്, എൻ്റേതല്ലാത്തത്. ഇത് 3 അല്ലേ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തരുന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ 3 കാര്യത്തിൽ അധിഷ്ഠിതമാണ്. ഒന്നുകിൽ ഞാൻ 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 എന്ന് വിചാരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ, എൻ്റെ പേര്, എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളത്, ഞാൻ എന്ന ഭാവം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അടുത്തത് എൻ്റേത്, എൻ്റെ കുടുംബം, എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ ജോലി, എൻ്റെ സമ്പാദ്യം, എൻ്റെ ബാങ്ക് ലോൺ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കടം, എൻ്റെ ദുഃഖം. ഇങ്ങനെ നമ്മൾ എൻ്റെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അടുത്തത് എൻ്റേതല്ലാത്തത്. ഓ, എനിക്കില്ലാതെ പോയത്, എനിക്ക് ഇല്ല, അവർക്കുണ്ട്. എൻ്റേതല്ലാത്തത്, എനിക്കില്ലാതെ പോയത്. ഇതല്ലേ നമ്മളുടെ ദുഃഖങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ? ഞാൻ, എൻ്റേത്, എൻ്റേതല്ലാത്തത്. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്? ഉണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? എക്സ്പ്രഷൻസേ ഇല്ലാത്ത കുറച്ച് പേരുണ്ട്. ഞാൻ പേരൊക്കെ വിളിച്ച് പറയട്ടെ, ആരൊക്കെയാണ് ഒരു എക്സ്പ്രഷനും ഇല്ലാതിരിക്കുന്നതെന്ന്? ഓക്കെ. അപ്പോൾ ഈ 3 പുരങ്ങൾ നന്നായി മനസ്സിലായില്ലേ എന്തൊക്കെയാണെന്ന്? ഞാൻ, എൻ്റേത്, എൻ്റേതല്ല. ഈ 3 പുരങ്ങളെയാണ് ത്രിപുരാന്തകനായ
മഹാദേവൻ ഒരൊറ്റ അമ്പ് കൊണ്ട് തകർത്ത് കളഞ്ഞത്. ഒരൊറ്റ അമ്പ് കൊണ്ട് ഒരു സമയത്ത് ഈ 3 പുരങ്ങളും ഒരുമിച്ച് വരും. എൻ്റെ ഞാൻ എൻ്റേതല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായാൽ ഒരൊറ്റ അമ്പ് കൊണ്ട് അത് 3ഉം തകർത്ത് ശിവോഹം ശിവോഹം എന്നുള്ള തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ത്രിപുരാന്തകനായ മഹാദേവൻ. ഇവിടെ ത്രിപുര സുന്ദരിയാണ്, ഭഗവതി ത്രിപുര സുന്ദരിയാണ്. ഈ 3 ഭാവങ്ങളെയും സുന്ദരമാക്കുക. അതെങ്ങനെയാണ് ഞാൻ എന്നുള്ള ഭാവത്തെ സുന്ദരമാക്കുന്നത്? ഞാനെന്ന ഭാവം ഇഹ തോന്നായക വേണം, അഥവാ തോന്നണമെങ്കിൽ അഖിലവും ഞാനെന്ന ഭാവമുണ്ടാകണം. അവിടെയാണ് ത്രിപുര സുന്ദരി ഈ ഞാനെന്ന ഭാവത്തെ സുന്ദരമാക്കി തരുന്നത്. അൾട്ടിമേറ്റ് നോളജിന്റെ ഭാവമാണ് ത്രിപുര സുന്ദരി. അപ്പൊ ത്രിപുര സുന്ദരി എന്ത് പറഞ്ഞു തരും? ഞാൻ നീ വിചാരിച്ചോളൂ, പക്ഷെ ആ ഞാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചവും കൂടിയാണ് എന്നുള്ള അൾട്ടിമേറ്റ് നോളജിലേക്ക് നമ്മളെ ഉയർത്തും. അപ്പോൾ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഞാനെന്ന് വീണ്ടും പറയുമായിരിക്കും. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ ആൾ നേരത്തെ എന്തൊക്കെ കരുതിയിരുന്നു? താൻ ഭാവം അല്ലെങ്കിൽ അഹംഭാവമാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ത്രിപുര സുന്ദരിയെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, ആ ജ്ഞാനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഞാനെന്ന ബോധത്തിലേക്ക്, ഞാനെന്ന് പറയും, പക്ഷെ ഞാനെന്ന ബോധത്തിലൂടെ പറയും. അതുപോലെ തന്നെ എൻ്റേത് എന്ന് ഞാൻ പറയുന്നതെല്ലാം നേരത്തെ അർത്ഥത്തിൽ എൻ്റേത്, എൻ്റെ കാറ്, എൻ്റെ പേര്, എൻ്റെ സ്വത്ത് എൻ്റേത് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ ത്രിപുര സുന്ദരിയുടെ നോളജിലേക്ക് അല്ലെങ്കിൽ ആ മഹാവിദ്യയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും എൻ്റേതാണ് ജീവനുള്ളതും ജീവനല്ലാത്തതുമായ എല്ലാം. ഈ കാണുന്ന എല്ലാത്തിലും ഞാനുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെതാണ് ഞാൻ, എൻ്റേതാണ് ഈ പ്രപഞ്ചവും എന്നറിയും. അപ്പൊ ആ എൻ്റേത് എന്ന് പറയുന്നത് എന്താവും? സുന്ദരമാകും. ഇനി എൻ്റേതല്ലാത്തതോ? എൻ്റേതല്ലാത്തതിലൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് വേണ്ടി ചെയ്യാൻ അൾട്ടിമേറ്റ് ആയിട്ടൊരു ശക്തിയുണ്ട്, പരബ്രഹ്മമുണ്ട്. ഇതെല്ലാം പരബ്രഹ്മത്തിന്റെ ഡിസൈനാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള. ഇതൊക്കെ എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കണം. അപ്പൊ എൻ്റേതല്ലാത്തത് എന്നെ ദുഃഖിപ്പിക്കില്ല, എൻ്റേതല്ലാത്തത് എന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കില്ല, ഡിപ്രസ്ഡ് ആക്കില്ല. കാരണം ഇതെനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കും. എൻ്റേതല്ലാത്തതെല്ലാം എനിക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി എൻ്റേത് എൻ്റേതല്ലാത്ത, ഞാൻ എൻ്റേതല്ലാത്തത് എന്നുള്ള ഭാവങ്ങളെല്ലാം സുന്ദരമായി. അപ്പൊ എന്തായി? ത്രിപുര സുന്ദരി. ഒന്നുകിൽ ത്രിപുരാന്തകൻ ഒറ്റ അമ്പില് കാര്യം കഴിച്ചു, അല്ലെങ്കിൽ ത്രിപുരാന്തകൻ ഒറ്റ അമ്പിൽ കാര്യം കഴിച്ചു, പക്ഷെ അതിനു വേണ്ടിയിട്ട് മഹാദേവൻ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ 3 പുരങ്ങളും ഒരു ലൈനിൽ വരണം. ആ ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് അമ്പ ചെയ്തത്. ഇവിടെ ഇപ്പുറത്ത് അൾട്ടിമേറ്റ് നോളജിലൂടെ ശക്തി എന്ത് ചെയ്തു? 3 പുരങ്ങളെ സുന്ദരമാക്കി തന്നു. അതാണ് ത്രിപുരാന്തകനും ത്രിപുര സുന്ദരിയും. അവരെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ഇങ്ങനെ കയ്യൊക്കെ പിടിച്ച് കാഷ്വലായിട്ടിരുന്ന് അങ്ങനെ പരസ്പരം. അതങ്ങനെയാണ്. അതൊന്നിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നിനെ പറയാതിരിക്കാൻ പറ്റില്ല. അതിങ്ങനെ പരസ്പരം അങ്ങനെ ചേർന്ന് പോകുന്ന ഒരു വിശേഷമാണ് ശിവശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ ത്രിപുര സുന്ദരിയാണ് നമ്മൾ 3ാമത്തെ ദിവസം, നവരാത്രിയുടെ 3ാമത്തെ ദിവസം ഉപാസിക്കുന്ന മൂർത്തി. മനസ്സിലായി? അപ്പോൾ ത്രിപുര സുന്ദരിയെ എങ്ങനെയാണ്, ത്രിപുര സുന്ദരിയുടെ ഒരു രൂപം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ത്രിപുര സുന്ദരിയുടെ പല രൂപങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇത് എപ്പോഴും ഈ രൂപത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കാറില്ല. ഇതാണ് ശ്രീചക്രമാണ്. അതിന്റെ മധ്യത്തിലായിട്ട് നമുക്ക് ശ്രീചക്രം കാണാം. അതിന് മുകളിലായിട്ട് ഭഗവതി ഇരിക്കുന്നു. ഭഗവതി ഇരിക്കുന്നത് മഹാദേവന് മേലെയാണ്. നോക്കൂ, അത് മഹാദേവനല്ല, സദാശിവനാണ്. നമുക്ക് പെട്ടെന്ന് ശിവൻ എന്നാണ് കണക്ഷൻ കിട്ടുന്ന, ചന്ദ്രക്കലയൊക്കെ ചൂടിയിരിക്കുന്നത്. പക്ഷേ സദാശിവന് മേലിരിക്കുന്ന ഭഗവതി, സദാശിവനാണ് ഭഗവതിയുടെ പീഠം. ആ പീഠത്തിന്റെ 4 കാലുകൾ നോക്കുക. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരും രുദ്രനുമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, രുദ്രന്മാരാണ് ആ 4 കാലുകൾ. ആ പീഠത്തിന്റെ 4 കാലുകൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, രുദ്രൻ. ഈ 4 പേർ കാലുകളായിട്ടുള്ള പീഠത്തിന്റെ ഏറ്റവും മുകൾ തട്ടിൽ സദാശിവൻ ശയിക്കുന്നു. സദാശിവന് മേലെയാണ് ഭഗവതി ഇരിക്കുന്നത്. ഭഗവതിക്ക് വെഞ്ചാമരം വീശുന്ന ആരാണ്? സരസ്വതിയും ലക്ഷ്മിയും. ദ്വാരപാലകരാകുന്നത് ആരാണ്? ഗണപതിയും സുബ്രഹ്മണ്യനും. ഇതാണ് ത്രിപുര സുന്ദരി. നവരാത്രിയുടെ 3ാം ദിവസത്തിൽ തന്നെ നമ്മൾ ത്രിപുര സുന്ദരിയാണ് ഉപാസിക്കുന്നത്, പറയുന്നത്. സോ ഒരു അച്ചീവ്മെന്റ് ആണ്. ആ 3rd ഡേ തന്നെ നമ്മൾ ഒരു അച്ചീവ്മെന്റിലേക്കാണ് പോകുന്നത്, അല്ലേ? ഒരു സാർത്ഥകമാകുന്ന അവസ്ഥ, അതാണ് 3ാമത്തെ ദിവസത്തിന്റെ അവസ്ഥ. അപ്പൊ ത്രിപുര സുന്ദരി ഈ ഭാവത്തിൽ കാണാം. ഈ രൂപങ്ങളെല്ലാം മനസ്സിലേക്ക് വന്നല്ലോ ഭഗവതിയുടെ, അല്ലേ?
ഭഗവതിയെ വ്യക്തമായി കാണുക. ഭഗവതി ഇരിക്കുന്ന പീഠത്തിന്റെ 4 തൂണുകൾ, 4 കാലുകൾ, പീഠത്തിന്റെ 4 കാലുകൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, രുദ്രന്മാർ, കാവൽ നിൽക്കുന്ന ദ്വാരപാലകർ ഗണപതിയും സുബ്രഹ്മണ്യനും, ശ്രീചക്രത്തിന്റെ സാന്നിധ്യത്തിന് ഇരിപ്പുറപ്പിക്കുന്ന ഭഗവതി, ലക്ഷ്മിയും സരസ്വതിയും ഇരുവശത്ത് വെഞ്ചാമരം വീശുന്നു. ആ ത്രിപുര സുന്ദരി കയ്യിൽ കരിമ്പിന്റെ വില്ലും പിടിച്ച് നിൽക്കുകയാണ്. കരിമ്പിന്റെ വില്ല് പിടിച്ച് നിൽക്കുക. വില്ല് എന്തിനാണ്? അമ്പ് തൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വില്ല് വെച്ചിരിക്കുന്നത്. കരിമ്പിന്റെ വില്ലിൽ തൊടുത്തുവിടുന്ന അമ്പുകൾക്കെല്ലാം മധുരമുണ്ടാകുമെന്ന് സങ്കല്പം. അപ്പോൾ തൊടുത്തുവിടുന്ന അമ്പുകൾ കൊണ്ടുപോലും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് മധുരം, അമൃത് നിറയ്ക്കുന്ന ഭഗവതി ത്രിപുര സുന്ദരിയുടെ ദിവസമാണ് നാളെ. അപ്പൊ ആഘോഷിക്കാം. നാളത്തെ ദിവസവും രാവിലെ ഭഗവതിയുടെ ഈ സങ്കല്പങ്ങളെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക, ഉപാസിക്കുക, ഉപാസനയിൽ ഉണരുക, ഉപാസന ചൈതന്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ചന്ദ്രഖണ്ഡ ക്ലിയറായി? നവദുർഗയിൽ എങ്ങനെയാണ് ആ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നത്? ക്ലിയർ ആയല്ലോ? വ്യക്തമായല്ലോ? ഓക്കെ. അതുപോലെ അടുത്തത് നമ്മളുടെ ഭഗവതി സാന്നിധ്യമായിട്ട് ത്രിപുര സുന്ദരി, ശ്രീവിദ്യ ത്രിപുര സുന്ദരിയാണ്. ദശമഹാവിദ്യകളിൽ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എൻട്രി ചെയ്യണു. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, ദെൻ നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ അതാണ് പരസ്പരം ആ ശക്തി ഊർജമായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രതീകം. അപ്പോൾ അതിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് മെല്ലെ അതിനെക്കുറിച്ചുള്ള ധാരണ മനസ്സിലാക്കി കഴിഞ്ഞു. നാളത്തെ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കിയോ ആ രീതിയിൽ പ്രാർത്ഥിക്കാനുള്ളതാണ്. ഇപ്പം നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ കൂടി പോവാം.